ഹായ് ഹലോ നമസ്കാരം. റേഡിയോ നേതൽ 107.8 എഫിന്റെ എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ 10 കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി എന്ത് എന്ന ഒരു വലിയ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാലേ. ഞാൻ ആർജി ഫർസാനയാണ്. പക്ഷെ നമ്മളോട് ഒപ്പം ചേർന്നിരിക്കുന്നത് നമുക്ക് ഏറെ സുപരിചിതയായ വഴികാട്ടി എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരാളായി മാറിയ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമാണ്. പ്രശസ്ത കരിയർ ഗുരുവാണ്. കൂടാതെ തന്നെ കാളാത്ത് ലിയത്തടിന്തൽ സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ് ഇന്ന് നമ്മളോടൊക്കെ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരവുമായി ഒപ്പം സംശയങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ശ്രീമതി മിനി ജോസഫ് മേഡം ആണ്. മേഡത്തെ നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ റേഡിയോ നെയ്തലിലേക്ക്. ഹലോ. ഓക്കെ മേഡം നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കാരണം ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞു. കുട്ടികൾക്ക് ഇനി എന്ത് എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അവർക്ക് ഏകജാലകം പോലെയുള്ള പല എന്താ പറയാ, ഇപ്പൊ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന പല വാക്കുകളുണ്ട്. പക്ഷെ എന്താണ് അതിനെക്കുറിച്ച് നമ്മുടെ പേരൻസിനും കറക്റ്റ് ആയ ഒരു മാനദണ്ഡം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരാൾ തന്നെയുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0477225544 എന്ന നമ്പറിലേക്കാണ്. കൂടാതെ തന്നെ വാട്സപ്പ് വഴിയും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നാൽ നമ്മൾ മാഡത്തിനോട് ചോദിക്കുന്നതായിരിക്കും. ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോളർ എത്തി നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ. ഹലോ, നമസ്കാരം. ആരാണ്? ഇത് ആലപ്പുഴയിൽ നിന്ന് എലിസബത്ത് ആണ്. എലിസബത്ത്. അതെ. ഓക്കെ ചേച്ചി, നമ്മുടെ മേഡം ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. മേഡത്തിനോട് എന്താണ് ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? അതെ, എന്റെ മകൻ ഇപ്പൊ +2 ബയോളജി സയൻസിൽ 80% മാർക്ക് നേടിയായിരുന്നേ. അപ്പോഴേക്ക് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. കൊച്ചിന് സയന്റിസ്റ്റ് ആകണമെന്നാണ് ആഗ്രഹം. അപ്പൊ മാതാപിതാക്കളായ ഞങ്ങള് അതിനോടൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സയന്റിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കഴിയുന്ന എന്ത് ഹെൽപ്പ് വേണേലും അവന് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ഹെൽപ്പാണ് അതിനുവേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്? സയന്റിസ്റ്റ് ആകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതിപ്പോ വിളിക്കും. അപ്പൊ അതില് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗവേഷണ രംഗത്ത് സ്കോളർഷിപ്പോടെയുള്ള പഠനം ഡിഗ്രി തലത്തിലും അതുപോലെ തന്നെ PG അതായത് മാസ്റ്റേഴ്സ് പഠിക്കുന്ന തലത്തിലും തരുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് ഈ ഐസർ എന്ന് പറയുന്നത്. ഐസറുകളിൽ പഠിക്കുന്നത്, അതായത് ഈ ഇത്തരത്തിലുള്ള ശാസ്ത്ര ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഡിഗ്രിയും അതുപോലെ തന്നെ PGയും പഠിക്കാനായിട്ട് സാധിക്കും. അത് നേരിട്ട് ശാസ്ത്ര ഗവേഷണ രംഗത്ത് പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി എടുക്കുക, അതിനുശേഷം മാസ്റ്റേഴ്സ് പഠിക്കുക, അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഗവേഷണത്തിലേക്ക് ഇന്നിപ്പോ നമുക്കറിയാം 4 വർഷ ഡിഗ്രിയെ കുറിച്ചൊക്കെ ഇപ്പൊ കേട്ട് കാണും അല്ലേ? 4 ഇയർ ഡിഗ്രി. അപ്പൊ 4 വർഷം ഡിഗ്രി ഉള്ള രീതിയിലാണെങ്കിൽ 4 വർഷത്തെ ഡിഗ്രിക്ക് ശേഷം നമുക്ക് 1 വർഷം കൊണ്ട് മാസ്റ്റേഴ്സ് എടുക്കുകയും അതിനുശേഷം നെറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ എഴുതുകയും അതിനുശേഷം റിസർച്ചിലേക്ക് ചെല്ലുകയും ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാറാനായിട്ട് സഹായിക്കും. മാഡം, മറ്റൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഓക്കെ. പിന്നെ ഇപ്പൊ 10ാം ക്ലാസ്സിന് ഏറ്റവും കൂടുതൽ മൂല്യനിർണ്ണയം നടത്തിയപ്പോ ഏറ്റവും കൂടുതൽ 10ാം ക്ലാസ്സിനുണ്ട്, 99% ഉണ്ട്. അപ്പോഴത്തേക്ക് മിക്ക കുട്ടികൾക്കും ഇപ്പൊ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പൊ നമുക്ക് ഇത്രയേറെ സീറ്റുകളും ഇത്രയേറെ സ്കൂളുകളും നമുക്ക് കിട്ടുമോ? അത് അവിടെ നമ്മൾക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാമോ? പലപ്പോഴും കുട്ടികള് ഈ സയൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിചാരം ബയോളജി സയൻസ് മാത്രമാണെന്നാണ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും ഉണ്ട്, അവിടെ ഒരു സ്ട്രീമും ഉണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗിലേക്ക് പോകാനും അല്ലെങ്കിൽ ഫിസിക്സിലേക്ക് ഗവേഷണം നടത്താനും അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ ശാസ്ത്ര ഗവേഷണ രംഗത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ കെമിസ്ട്രിയിലേക്ക് ഗവേഷണ രംഗത്തേക്കൊക്കെ പോകാനായിട്ട് ഈ കണക്കിനോട് താല്പര്യമുള്ളവർ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ ഇത്ര തിരക്ക് വരില്ല. പിന്നെ ബയോളജി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ്, അതല്ലെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ, അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ ബയോളജി സയൻസിലേക്ക് പോയാൽ മതി. അല്ലാത്തവർക്ക് അവിടെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കമ്പ്യൂട്ടർ സയൻസും പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക. അതല്ല മെഡിസിന് പോകണം, പാരാമെഡിക്കൽ സയൻസിന് പഠിക്കണം എന്ന് അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ബയോളജി സയൻസ് എടുത്ത് പോയാൽ നമുക്ക് ആവശ്യത്തിനുള്ള സീറ്റ് ഉണ്ട്. ഹലോ. ശരി മാഡം. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
ഓക്കെ, നമ്മുടെ ഒരു കോളർ ആയിരുന്നു ഇപ്പൊ എത്തിയിരുന്നത്. അവരുടെ സംശയങ്ങളൊക്കെ അതിന് ആൻസർ കിട്ടി. പക്ഷെ എനിക്കുള്ള ഒരു സംശയം മാഡം, ഏകജാലകം എന്ന് പറയുന്ന ആ ഒരു അതെ. പ്രോസസ്സ് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് കുറെ വർഷം കൊണ്ട്. എന്നാലും അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിക്കും ഞാൻ ഈ ഒരു സ്കൂളാണ് ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് ഫസ്റ്റിൽ അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ ട്രയലിൽ എനിക്ക് ഈ സ്കൂൾ അല്ല വന്നതെന്നൊരു ഒരു കാര്യം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതെങ്ങനെയാണ്, അതിന്റെ ഒരു കറക്റ്റ് പ്രോസസ്സ് എങ്ങനെയാണ്? അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടികൾ ഓപ്ഷൻ വെക്കുമ്പം അത് കൃത്യമായി ഒന്നാമതേ കാര്യം ധൃതി വെക്കേണ്ട കാര്യമില്ല ഇതിന്. എല്ലാവരും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ കൊണ്ട് ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത്, ഈ ഫസ്റ്റ് ഡേ മാത്രം ഒന്ന് പഠിച്ചിട്ട് ഓപ്ഷൻ കൊടുത്താൽ മതി. ഇപ്പം മെയ് 16 ആരംഭിച്ചു, മെയ് 25 വരെ ദിവസമുണ്ട്, അവസാനം വരെ കാത്തിരിക്കണ്ട. എന്നാലും ഈ പ്രോസ്പെക്ടസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി അതിനുശേഷം ഇപ്പൊ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത അക്ഷയയിലേക്ക് പോകുന്നു, അവിടെ ചെന്നിട്ട് പറയുന്നു എനിക്ക് സയൻസ് വേണം, അല്ലെ എനിക്ക് ബയോളജി സയൻസ് വേണം, അല്ലെ എനിക്ക് കൊമേഴ്സ് വേണം, എനിക്ക് ഹ്യൂമാനിറ്റീസ് വേണം, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് വേണം എന്ന് പറയും. ഇപ്പൊ അവർക്കും അതിൻ്റെതായിട്ടുള്ളൊരു തിരക്കുണ്ടാവും അല്ലെ, അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പൊ നല്ല തിരക്കാണ്. അപ്പൊ അവർക്ക് ആ പരിമിതമായ സമയത്തിനുള്ളിൽ പലരും വെയിറ്റ് ചെയ്യും, അതിനുള്ളിൽ അവരതങ്ങ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്ര തിരക്ക് പിടിക്കാതെ നമുക്ക് മൊബൈൽ ഫോണിലോ അവൈലബിൾ ആണ്, ഈ പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ പ്രോസ്പെക്ടസ് വൃത്തിക്ക് വായിച്ചു നോക്കി അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം, എന്താണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അതായത് 2 രീതിയിൽ നമുക്ക് ഈ ഏകജാലകത്തെ സമീപിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ന ഗ്രൂപ്പ് വേണം എന്നുള്ള ഒരു രീതിയിൽ സമീപിക്കാം. ഇപ്പൊ മുന്നേ ഒരു ആൾ വിളിച്ചതുപോലെ എനിക്ക് സയന്റിസ്റ്റ് ആകണം എന്ന് പറയുമ്പോൾ അവർക്ക് സയൻസ് പഠിച്ചേ പറ്റൂ. അത്തരക്കാര് ഞാൻ പറഞ്ഞ പോലെ മാത്സ് ആണ് താല്പര്യമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക, അതല്ല ബയോളജിക്കൽ സയൻസിനോടാണ് താല്പര്യമെങ്കിൽ ബയോളജി എടുക്കുക. ഇപ്പം അതേപോലെ നമ്മുടെ താല്പര്യം വ്യക്തമാണെങ്കിൽ ഇപ്പം എനിക്ക് ഉദാഹരണം, ഇപ്പം എനിക്ക് നേഴ്സിങ്ങിന് പോകണം, എനിക്ക് BSc നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളൊരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം സയൻസ് എടുത്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഞാനൊരു സ്കൂളിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യേണ്ടത് എന്താണ്, ബയോളജി സയൻസ് എന്ന് പറയുന്ന സ്ട്രീമാണ് ഞാൻ പ്രിഫർ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയിട്ട് അടുത്തുള്ള എനിക്ക് പോകാവുന്ന, റിയലിസ്റ്റിക് ആയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ. എനിക്ക് പോകാൻ പറ്റാതെ ഇപ്പൊ ആല എന്ന് പറയുന്ന ഇത് ആലപ്പുഴയിലാണ് വരുന്നത്, ചെങ്ങന്നൂരാണ് ആലയുള്ളത്. അല്ലെങ്കിൽ മംഗലം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകളുടെ വിചാരം മംഗലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള മംഗലമാണെന്നാണ്. അല്ല. അപ്പം നമുക്ക് പോയി വരാവുന്ന ദൂരത്തിലുള്ള സ്കൂളുകൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ആ സ്കൂളുകളിൽ ഏതിലൊക്കെ ബയോളജി സയൻസ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ബയോളജി സയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂള് എൻ്റെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുക. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ സ്കൂൾ കൊടുക്കുക. ആ രീതിയിൽ ഓപ്ഷൻ കൊടുക്കുക. എത്ര ഓപ്ഷൻ വേണേലും കൊടുക്കാം. പക്ഷെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹയർ ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ജോയിൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന വിഷയങ്ങളും സ്കൂളുകളും ആദ്യത്തെ ഓപ്ഷനായിട്ട് വെക്കുക. അതിനുശേഷം താഴെ മറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം മാർക്ക് ഇപ്പം ഒരു 80% ഉള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പം ഫുൾ A+ ഉള്ള കുട്ടികൾ കാണും. പിന്നെ ഒരു 80% ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 5-6 സ്കൂളുകളിൽ ബയോളജി മാത്രം കൊടുത്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പം ആ കുട്ടി ബയോളജി അല്ലെങ്കിൽ നമുക്കൊരു പ്ലാൻ A മാത്രം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു പ്ലാൻ B നമുക്ക് വേണം അല്ലേ. ബയോളജി സയൻസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് പഠിക്കും എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെങ്കിലും ടെക്നിക്കൽ കോഴ്സ് പഠിക്കണം, പക്ഷെ എനിക്ക് മാത്സ് ഇഷ്ടമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഫിസിക്സ് എനിക്ക് ഇഷ്ടമാണ്, കെമിസ്ട്രി ഇഷ്ടമാണ്. അപ്പം ബയോളജി ഫിസിക്സ് ഇത് കിട്ടിയില്ലെങ്കിൽ, എനിക്കിപ്പം BSc നേഴ്സിംഗ് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു ഫാർമസിസ്റ്റ് ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും എനിക്കതിനൊക്കെ പോകാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഓപ്ഷൻ, എൻ്റെ പ്ലാൻ Bയിൽ കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ എനിക്ക് വെക്കാം. അപ്പം ഞാൻ ഈ കണ്ട സ്കൂളുകൾ, ഞാൻ ആദ്യത്തെ ഒരു 6 സ്കൂളുകൾ ലിസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഞാനിപ്പം ഒരു ആൺകുട്ടിയാണെങ്കിൽ ലിയോ 13 സ്കൂൾ ഫസ്റ്റ് ഞാൻ വെച്ചു. അതിന് ശേഷം ഞാൻ അടുത്തുള്ള മറ്റ് ലജനത്ത് അല്ലെങ്കിൽ TD അങ്ങനെയുള്ള SDV ഇങ്ങനെയൊക്കെയുള്ള സ്കൂളുകൾ, ബയോളജി സയൻസ് ഉള്ള സ്കൂളുകളെല്ലാം ഓപ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ അടുത്തതായിട്ട് ലിയോ 13 കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യുന്നു.
മനസ്സിലായി. ഓക്കെ. അതിനുശേഷം അടുത്ത സ്കൂളിലെ TD കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന അടുത്ത സ്കൂൾ ഏതാണോ അവിടെ കമ്പ്യൂട്ടർ സയൻസ് വെക്കുന്നു. അതിനുശേഷം വേണമെങ്കിലും എൻ്റെ മാർക്ക് അധികമില്ല എന്നെനിക്ക് തോന്നിയാൽ ഞാൻ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ പ്ലാൻ C ഉണ്ട്. പ്ലാൻ A മാത്രം പോരാ, പ്ലാൻ B വേണം, പ്ലാൻ C. പ്ലാൻ സിയിൽ അപ്പോൾ അടുത്തായിട്ട് എനിക്ക് വേണമെങ്കിൽ കൊമേഴ്സ് വെക്കാം. ഞാൻ ലിയോ 13 കൊമേഴ്സ് വെക്കുന്നു. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ലജ്നത്തിൽ കൊമേഴ്സ് വെക്കുന്നു. മറ്റു സ്കൂളുകളിലൊക്കെ കൊമേഴ്സ് വെക്കുന്നു. ഇങ്ങനെ നിന്നാൽ കുറച്ച്, അതായത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഏകജാലക സംവിധാനത്തിലകത്ത് നിൽക്കും. അപ്പം മാർക്ക് അനുസരിച്ച് നമുക്കൊരു അലോട്ട്മെന്റ് വരും. ആ അലോട്ട്മെന്റ് പൂർണ്ണമായിട്ടും അത് തന്നെ എടുക്കണമെന്നില്ല. എനിക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തുകൊണ്ട് എനിക്ക് ശ്രമിക്കാം, എനിക്ക് എൻ്റെ ഹയർ ഓപ്ഷൻ കിട്ടുമോ എന്ന് എനിക്ക് നോക്കാനുള്ള അവസരം കിട്ടും. ഇനി ഇതെല്ലാം കഴിഞ്ഞാലും നമുക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫർ, സ്കൂൾ ട്രാൻസ്ഫർ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പൊ എപ്പോഴും ഏകജാലകത്തിൽ അപേക്ഷ കൊടുക്കുമ്പോൾ കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ അത് മനസ്സിലാക്കി വേണം അപേക്ഷ കൊടുക്കാൻ. ഓക്കെ, നമ്മൾ ഈ പ്രോസ്പെക്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പലർക്കും അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുക്കിനെ കുറിച്ചോ അങ്ങനെ ഒരു PDF കുറിച്ചോ അറിയത്തില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഏകജാലകത്തിലേക്ക് ഒരു അഡ്മിഷന് പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുക. PDF ഉൾപ്പെടെ നമ്മുടെ ഗൂഗിളിൽ വരെ ലഭ്യമാണ്. നമുക്ക് അതൊക്കെ എടുത്ത് ചോദിക്കാവുന്നേ ഉള്ളൂ, അത് വെച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റൊരു കോളം ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു വേർഡ് ഉണ്ട്, ബോണസ് പോയിന്റ്സ്. നമ്മൾ പലപ്പോഴും കിട്ടുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്ക് ഈ മുതിർന്ന കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില വാക്കുകളാണ് അതൊക്കെ. അല്ലാതെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം? പറയാം. അതായത് ബോണസ് പോയിന്റുകൾ എന്ന് പറയുന്നത് അതത് പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്ക്, ആ സ്കൂളിൽ പഠിച്ചവർക്ക് തന്നെ അവിടെ +2 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ SSLC നമുക്കറിയാം സ്റ്റേറ്റ് ബോർഡിന്റെ കീഴിലാണ് ഈ ഏകജാലക സംവിധാനത്തിലൂടെ ഹയർ സെക്കൻഡറി പ്രവർത്തിക്കുന്നു. അപ്പൊ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച അല്ലെങ്കിൽ SSLC പഠിച്ച വിദ്യാർത്ഥികൾക്ക് 3 ബോണസ് പോയിന്റ് ലഭിക്കും അധികമായിട്ട്. CBSE, ICSE പോലെയുള്ള മറ്റു ബോർഡുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ അപേക്ഷിച്ച് സ്റ്റേറ്റ് ബോർഡിലെ ഒരു കുട്ടിക്ക് 3 ബോണസ് പോയിന്റിന് അർഹതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരു കുട്ടി പഠിച്ച സ്കൂളിൽ +2 ഉണ്ടെങ്കിൽ ആ കുട്ടി ആ സ്കൂളിൽ തന്നെ അപേക്ഷിച്ചാൽ ആ കുട്ടിക്ക് 2 ബോണസ് പോയിന്റ്. അത് ഫസ്റ്റ് ഓപ്ഷൻ വെക്കണം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാലാണ് ആ കുട്ടിക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ ആ രീതിയിൽ ആ കുട്ടി പോകണം. അപ്പൊ ആ കുട്ടിക്ക് അവിടെ 2 ബോണസ് പോയിന്റ്. അപ്പൊ ആ കുട്ടിക്ക് അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ 5 ബോണസ് പോയിന്റും ആ കുട്ടിക്ക് അവിടെ കിട്ടും. ഒരു SSLC പാസ്സായ ഒരു കുട്ടിക്ക് ആ സ്കൂളിൽ തന്നെ +2 ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് 5 ബോണസ് പോയിന്റിന് അർഹതയുണ്ട്. കൂടാതെ ഇപ്പൊ അതേ പഞ്ചായത്ത് അല്ലെങ്കിൽ അതേ മുനിസിപ്പാലിറ്റി, ഇപ്പൊ ആലപ്പുഴ മുനിസിപ്പാലിറ്റി താമസിക്കുന്ന ഏതൊരു കുട്ടി, അതിപ്പം CBSE ആണെങ്കിലും മറ്റ് ബോർഡുകളിൽ പെട്ട കുട്ടിയാണെങ്കിലും സ്റ്റേറ്റ് ബോർഡിലുള്ള കുട്ടിയാണെങ്കിലും അതേ മുനിസിപ്പാലിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും 1 ബോണസ് പോയിന്റിനുള്ള അർഹതയുണ്ട്. 2 ബോണസ് പോയിന്റിന് അർഹതയുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരു സ്കൂളിൽ +2 ഉള്ള ഒരു സ്കൂളിൽ SSLC പഠിച്ച ഒരു കുട്ടിക്ക് അതേ സ്കൂളിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 7 ബോണസ് പോയിന്റ് അവിടെ തന്നെ കിട്ടി. ഇനി അത് ഒരേ താലൂക്കിൽ തന്നെ ആയിരിക്കുമല്ലോ, അപ്പൊ 1 ബോണസ് പോയിന്റും കൂടി കിട്ടി, 8 ബോണസ് പോയിന്റ് അവിടെ തന്നെ കിട്ടും. നമുക്കപ്പോ അടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഇത്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക അല്ലേ, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതെ തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സും സംശയങ്ങൾക്കുള്ള മറുപടിയും ഒക്കെ ആയിട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബോണസ് പോയിന്റിനെ കുറിച്ചായിരുന്നു അല്ലേ? ബോണസ് പോയിന്റിനെ കുറിച്ചാണ്. ഓക്കെ, അതിനെ കുറിച്ചൊന്ന് അവസാനിപ്പിക്കണമെങ്കിൽ അതൊന്ന് പറയാം. ഞാൻ മാക്സിമം ബോണസ് പോയിന്റ് 10 ആണ് കിട്ടുന്നത്. ഒരാൾക്ക് 10 ബോണസ് പോയിന്റിനെ എലിജിബിലിറ്റി ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ അതേ ബോർഡിൽ SSLC പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് 3 ബോണസ് പോയിന്റ് ലഭിക്കും. അതേ സ്കൂളിൽ അഡ്മിഷൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് അവിടെ തന്നെ +2 ആപ്ലിക്കേഷൻ കൊടുത്താൽ 2 ബോണസ് പോയിന്റ് കിട്ടും. അങ്ങനെ 5 ബോണസ് പോയിന്റ്. സെയിം താലൂക്ക് അല്ലെങ്കിൽ അതേ ഒരേ പഞ്ചായത്ത് അല്ലെങ്കിൽ അതേ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 2 ബോണസ് പോയിന്റ്. ഒരേ താലൂക്കിൽ പെട്ടവർക്ക് 1 ബോണസ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ CBSE കുട്ടികൾക്ക് കേരളയിൽ പഠിക്കുമ്പോൾ കിട്ടുന്നത് താമസിച്ചാണ് അല്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെ ഒരു ചെറിയൊരു പോയിന്റ് അവർക്കും കിട്ടും. ഒരേ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അഡ്വാൻറ്റേജ് കിട്ടും, അതേപോലെ ഒരേ താലൂക്കിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും. ആ 3 ബോണസ് പോയിന്റിന് അവരും എലിജിബിൾ ആണ്. പിന്നെ ഉള്ളത് NCC 75% അറ്റൻഡൻസ്, അതല്ലെങ്കിൽ സ്കൗട്ടില് രാജ്യ പുരസ്കാർ നേടിയ കുട്ടികൾ, SPC വിദ്യാർത്ഥികൾ, ഇവർക്ക് 2 ബോണസ് പോയിന്റിന്, SPC, സ്കൗട്ട്, NCC 75% അറ്റൻഡൻസ് 2 ബോണസ് പോയിന്റിന് അർഹതയുണ്ട്. ലിറ്റിൽ
കൈറ്റ്സിൽ എ ഗ്രേഡ് മേടിച്ചവർക്ക് 1 ബോണസ് പോയിന്റിന് അർഹതയുണ്ട്. എക്സ് സർവീസ് അല്ലെങ്കിൽ ജവാന്മാരുടെ മക്കൾക്ക് 3 ബോണസ് പോയിന്റിന് അർഹതയുണ്ട്. ഇങ്ങനെ മൊത്തം 10 ബോണസ് പോയിന്റ് ഒരാൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ബോണസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു ആൻസർ തന്നെയാണ് മാഡം തന്നിരിക്കുന്നത്. നമ്മൾ അടുത്ത സ്ട്രീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ടോൺ ഉണ്ട്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു വാക്ക് പലപ്പോഴും ഉച്ചരിക്ക കൂടി ആരും ചെയ്യാൻ ശ്രമിക്കാറില്ല അല്ലേ? അതിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ സ്ട്രീംസിനെ കുറിച്ച്. സ്ട്രീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 3 സ്ട്രീമുകളാണുള്ളത്. ഒന്ന് സയൻസ്, മറ്റൊന്നെന്ന് പറയുന്നത് കൊമേഴ്സ്, മറ്റൊന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ്. ഇതിൽ ഈ സയൻസ് സ്ട്രീമിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതെന്ന് പറയുന്നത് ഒന്ന് 01 ആണ്, കോഡ് 01. അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആണ് ഉള്ളത്. 4 ഓപ്ഷണൽ വിഷയങ്ങളും ഇംഗ്ലീഷും പിന്നെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, അത് ഹിന്ദി ആകാം, മലയാളം. ഇതാണ് കോഡ് 01 എന്നുള്ളത്. ബയോളജി സയൻസ് എന്ന് നമ്മൾ പറയും. മറ്റൊന്ന് അടുത്തതായിട്ട് വരുന്ന മറ്റൊരു, ചില കുട്ടികൾക്ക് ബയോളജി വേണ്ട, അവർ തീരുമാനിച്ചു ഞാൻ ബയോളജി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മെഡിക്കൽ, പാരാമെഡിക്കൽ മേഖലകളിലോ അലൈഡ് മേഖല ബയോളജി സയൻസുകളിലോ പഠിക്കാൻ താല്പര്യമില്ല എന്ന വ്യക്തതയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇപ്പം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി പോലെയുള്ള മേഖലകളിലേക്കാണ് പോകാൻ താല്പര്യമുള്ളതെങ്കിൽ ആ കുട്ടി ബയോളജി പഠിക്കേണ്ട, പകരം ആ കുട്ടിക്ക് 05 കോഡ് 05 എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. സയൻസിലെ തന്നെ 05, അതാണ് കമ്പ്യൂട്ടർ സയൻസ്. അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് പോകണം എന്നൊരു കുട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഈ പറയുന്ന 05 എന്ന് പറയുന്ന കോഡ് എടുക്കുന്ന ആ കുട്ടിക്ക് വളരെ നല്ലതായിരിക്കും. ഇനി മറ്റൊന്നാണ് അക്കൗണ്ടൻസി വരിക, കൊമേഴ്സ് വരുന്നത്. കൊമേഴ്സ് മേഖലയിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് 39 ആണ്. 39 എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പം ആലപ്പുഴ ജില്ലയിൽ കൂടുതൽ സ്കൂളുകളിൽ ഉള്ളത് 39, കോഡ് 39 ആണ് ഉള്ളത്, 39. ഓക്കെ. പിന്നെ ചില സ്കൂളുകളിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പകരം ചിലയിടത്ത് മാത്സ് ആയിരിക്കും, ചിലയിടത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. അപ്പം 36 എന്ന് പറയുന്ന കോഡാണ് നമ്മൾ കൊമേഴ്സിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ 36 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്സ് ആണ് വരുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ചില സ്കൂളിൽ ഇപ്പൊ തിരുവമ്പാടി സ്കൂളിലുള്ളതും ഈ ഒരു മാത്സിന്റെ കോമ്പിനേഷൻ അവിടെ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതെ അതെ അതെ. പിന്നെ ചില സ്കൂളുകളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, അത് 37. അക്കൗണ്ടൻസി കൊമേഴ്സിൽ 37 എന്ന് പറയുന്ന കോഡ് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സിന്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. ഇനി പ്രൈവറ്റ് ആയിട്ടൊക്കെ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ അവിടെ വരുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആണ് വരുന്നത്. അതിന്റെ കോഡ് വരുന്നത് 38 ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് നമ്മുടെ ആലപ്പുഴ നമ്മൾ അപ്ലൈ ചെയ്ത ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൊമേഴ്സ് സ്ട്രീമിൽ വരുന്ന അത് ഈ പറഞ്ഞ കോമ്പിനേഷൻ ആണ്, 39 എന്ന് പറയുന്ന കോമ്പിനേഷൻ. മറ്റൊന്നാണ് ഹ്യൂമാനിറ്റീസ് വരിക. ഹ്യൂമാനിറ്റീസിൽ വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കോർ സബ്ജക്റ്റ് എന്ന് നമ്മൾ പറയും. അതിനകത്ത് വരുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇത് 3 എല്ലായിടത്തും ഉണ്ട്. അതിന്റെ കൂടെ ഓപ്ഷണൽ ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് മാറുന്നത്. അതിൽ 11 എന്ന് പറയുന്ന കോഡാണ് കൂടുതൽ. ടൗണിൽ ഏറ്റവും കൂടുതലുള്ളത് ഹ്യൂമാനിറ്റീസിൽ 11 ആണ്. 11 എന്ന് പറയുമ്പോൾ അവിടെ സോഷ്യോളജിയാണ് പഠിക്കേണ്ടത്. എന്നാൽ ചില സ്കൂളുകളിൽ, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിൽ, ടൗണിലുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ പലതിലും 10 എന്ന് പറയുന്ന കോഡാണ് വരുന്നത്. 10 വരുമ്പോൾ സോഷ്യോളജിക്ക് പകരം അവിടെ ജോഗ്രഫിയാണ് പഠിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? ഇത്തരം വ്യത്യാസങ്ങളാണുള്ളത് ഈ സ്ട്രീമുകൾ തമ്മിൽ. അപ്പൊ ബയോളജി ഉണ്ട്, സയൻസിൽ തന്നെയാണ് ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും വരുന്നത്. കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, ബയോളജി സയൻസിലാകുമ്പോൾ അവിടെ നമ്മൾ ബയോളജി പഠിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാവരും പഠിക്കണം സയൻസിലുള്ളവർ. ഓക്കെ, അപ്പൊ എന്തായാലും അതിനെ കുറിച്ചൊരു കൃത്യത നമുക്ക് കിട്ടിയെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു പേരാണ് VHSC. VHSC നമ്മൾ കൂടുതലും +1 +2 കയറുന്ന ആ ഒരു സമയത്തായിരിക്കും കിട്ടുന്നത്. പലരും VHSCനെ നമുക്ക് ഗവൺമെന്റ് സയൻസ്, കൊമേഴ്സ് എന്ന് പറയുന്നത് കിട്ടാത്തപ്പോൾ നമുക്ക് അവിടെ VHSC നോക്കാം എന്നൊരു ധാരണ ആളുകളിലുണ്ട്. അതിനെ കുറിച്ചൊന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേ.
നമ്മളോട് ആദ്യം ചോദിച്ച ചോദ്യകർത്താവ് നമ്മളോട് ചോദിച്ചത് ധാരാളം കുട്ടികൾക്ക് A+ കിട്ടുന്നുണ്ട്, അല്ലെ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, അവർക്കൊക്കെ എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചു. അതെ. ആ അഡ്മിഷന് കിട്ടുന്നതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. തീർച്ചയായും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ 6 വിഷയങ്ങൾ പഠിക്കുന്നു, 4 ഓപ്ഷണൽ സബ്ജക്ട്. ഇപ്പൊ ഓരോ സ്ട്രീമിലും ആ സ്ട്രീമിലെ കോർ സബ്ജക്ട്സ് പഠിക്കുന്നു, കൂടാതെ 2 ഭാഷാ സബ്ജക്ട് പഠിക്കുന്നു. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളിലേക്ക് വരുമ്പോഴും 6 സബ്ജക്റ്റ് ഉണ്ട് അവർക്ക്. അതിൽ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിരിക്കും, തൊഴിലധിഷ്ഠിത സബ്ജക്റ്റ് ആയിരിക്കും. അവിടെയും നമുക്ക് ബയോളജി സയൻസ് എടുത്ത് പഠിക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബയോളജി ഇല്ലാത്ത മാത്സ് എടുത്ത് പഠിക്കാനും ഉള്ള അവസരമുണ്ട്. ബയോളജി ഫിസിക്സ് കെമിസ്ട്രി പഠിച്ച കുട്ടിക്ക് അവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചാലും നീറ്റ് പോലെയുള്ള പരീക്ഷകൾ എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. മെഡിക്കൽ കോഴ്സുകൾ, പാരാമെഡിക്കൽ, നഴ്സിംഗ് പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് പോകാനുള്ള അവസരമുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊരു വ്യത്യാസം വരുന്നില്ല, ഹയർ എഡ്യൂക്കേഷനിലോട്ട് കടക്കുമ്പോൾ ഒരു വ്യത്യാസം വരുന്നില്ല. ഇത് ഇവർക്കുള്ള എല്ലാ എലിജിബിലിറ്റിയും, അതായത് ഹയർ സെക്കൻഡറിയിൽ ബയോളജി പഠിച്ചവർക്കുള്ള എല്ലാ സാധ്യതയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബയോളജി പഠിച്ച വിദ്യാർത്ഥികൾക്കുണ്ട്. അവിടെ സയൻസ് മാത്സ് പഠിച്ച വിദ്യാർത്ഥിക്കുള്ള എല്ലാ സാധ്യതയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ച വിദ്യാർത്ഥിക്കും ഉണ്ട്. അതിന്റെ കൂടെ ഒരു അഡീഷണൽ സബ്ജക്ട് പഠിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ പ്രൈവറ്റ് എന്നൊരു വാക്ക് കുറച്ച് നേരത്തെ ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് ചോദിക്കുവാണ്. നമ്മൾ ഈ ചില സമയത്ത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പ്ലസ് ടു പഠിക്കാറുണ്ട്. അത് ഒരു നമ്മുടെ തുടർ വിദ്യാഭ്യാസത്തിന്, ഹയർ എഡ്യൂക്കേഷന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുത്തുമോ ആ ഒരു സർട്ടിഫിക്കറ്റ് കാരണം? പ്ലസ് ടു പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് അതിൽ സർട്ടിഫിക്കറ്റിന്റെ വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. പല നമ്മളിപ്പോ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അവിടെ കുറെ ക്ലബ്ബുകള്, നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങള് അതൊന്നും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കിട്ടാറില്ല. സർട്ടിഫിക്കറ്റിൽ വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, അതിനും ഒരു തുടർ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള രീതിയിലുള്ള തടസ്സവും വരില്ല. അതും ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നുള്ള നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് തന്നെയാണ് അത് കൊടുക്കുന്നത്. ഹയർ സെക്കൻഡറി ബോർഡ് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. ഓക്കെ മാഡം, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഹായ്, എന്റെ പേര് അർജുൻ. എന്റെ അനിയൻ ഇപ്പോൾ 10 കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. അവന് നല്ല മാർക്ക് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഏത് വിഷയമാണ് എടുക്കാൻ നല്ലത്? അവനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. നല്ല മാർക്കുള്ള ഒരു കുട്ടിയാണ്. കുട്ടിയുടെ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നതാണ്. അപ്പൊ നല്ല മാർക്കുള്ള കുട്ടിയാണ്, സ്വന്തമായിട്ട് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ തീരുമാനം എടുക്കാത്തൊരു വിദ്യാർത്ഥിയോട് നമുക്ക് പറയാനുള്ള അഭിപ്രായം, തീരുമാനം എടുക്കേണ്ട സമയം കഴിഞ്ഞ ആളാണ്, എന്നാലും ഞാൻ പറയുകയാണ്, ബയോളജി സയൻസ് എടുത്ത് പഠിക്കുക. ബയോളജി സയൻസ് എടുത്താൽ റിസ്ക് ഇല്ല. അതായത് ഈ കുട്ടിക്ക് ഇനിയും ആഗ്രഹം ഉണ്ടായാലും അതിനിപ്പോൾ മെഡിസിന് പോകണമെങ്കിൽ പോകാം, എഞ്ചിനീയറിങ്ങിന് പോകണമെങ്കിൽ പോകാം, അതിനുശേഷം നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഈ പറഞ്ഞ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട എല്ലാ അവസരവും അവിടെ കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ലോയർ ആകാനോ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആകാനോ, അതായത് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിക്ക് പഠിക്കേണ്ട എല്ലാ അവസരങ്ങളും അവിടെ കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ ഇതുവരെ തീരുമാനിക്കാത്ത മാർക്കുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഓപ്ഷൻ ബയോളജി സയൻസ് എടുത്ത് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ കൊമേഴ്സ് പഠിച്ചവർക്ക് ജനറൽ നഴ്സിംഗ് പോലെയുള്ള വിഷയങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന്. സയൻസ് പഠിച്ചവർക്കല്ല, കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ആ ഒരു അങ്ങനത്തെ അത്തരം തലത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. അങ്ങനെ പഠിക്കുന്നവരും ഉണ്ട്, ഇപ്പൊ ജനറൽ നഴ്സിംഗ് പഠിക്കുന്നവരും ഉണ്ട്. അപ്പൊ അവർക്കൊരു പോസ്റ്റ് BSc എടുത്ത് BSc നഴ്സിംഗിലേക്ക് പോകാനുള്ള ചാൻസ് എത്രത്തോളമാണ്? കേരളത്തില് ഇപ്പം +2 ബയോളജി സയൻസ് പഠിക്കാത്ത ഒരാൾക്ക് പോസ്റ്റ് ബേസിക് കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അർഹതയില്ല കേരളത്തിൽ. അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുണ്ട്, പക്ഷെ കേരളത്തിൽ അത് അനുവദിക്കുന്നില്ല. സയൻസ് പഠിച്ച +2 സയൻസ് പഠിച്ചവർക്ക് മാത്രമേ ജനറൽ നഴ്സിംഗിന് ശേഷം പോസ്റ്റ് ബേസിക്കിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണല്ലോ. പല വിദ്യാർത്ഥികളും ഈ രീതിയിൽ ഈ ഒരു ചാനൽ എടുക്കുന്നത് ഞാനും കാണാറുണ്ട്. അതായത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് പഠിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുക, അതിന് ശേഷം പോയി നഴ്സിംഗ് പഠിക്കുക. അതിൽ ഏറ്റവും നല്ലത്, കഴിയുമെങ്കിൽ നിങ്ങൾ നഴ്സിംഗ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സയൻസ് എടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ധാരാളം അപ്ലൈ ചെയ്ത് സയൻസ് തന്നെ കിട്ടാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഈ ജനറൽ നഴ്സിംഗ് എടുക്കുമ്പോഴാണെങ്കിലും സയൻസ് എടുത്ത്, ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഞാൻ പറയുന്നത്, +1 അപ്ലൈ ചെയ്യുമ്പോൾ സയൻസ് കിട്ടാൻ തന്നെ ശ്രമിക്കുക.
ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷന് പുറമെ ഉം. TTC എന്നൊരു പ്രവണത നമുക്കുണ്ട്. അതെ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രവണത കൂടിയാണ് TTC. അതെ, TTC എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു ഡിഗ്രി എന്ന ഒരു ഓപ്ഷനിലേക്ക് വരുന്നവരുണ്ട്. ഉണ്ട്. അപ്പൊ TTCക്ക് ശേഷമുള്ള ഒരു ഡിഗ്രി ആണോ അതോ ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ശേഷമുള്ള ഒരു TTC ആണോ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്? ഒപ്പം തന്നെ ഈ BEd പോലെയുള്ള കോഴ്സുകളുടെ ആ ഒരു പോസിബിലിറ്റീസും കൂടെ TTCയിലേക്ക് വരുമ്പോൾ ഉള്ളതിനെ കുറിച്ചൊന്ന് പറയൂ. അവിടെ ഇപ്പം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നേരത്തെ പ്ലസ് ടു കഴിഞ്ഞാൽ നമുക്ക് DLED എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ TTC ഇപ്പം DLED എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുക. DLED പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് പോകാം. അതിനുശേഷം നമുക്ക് PSC പോലെയുള്ള ടെസ്റ്റൊക്കെ എഴുതി ജോലിക്ക് കയറാം. സാധ്യത ധാരാളമുണ്ട്. അതെ. അങ്ങനെ ജോലി എടുത്തുകൊണ്ട് ഡിഗ്രിക്ക് പഠിക്കാം. അതും നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ പഠിക്കാം. ഇഗ്നോ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അതിനൊക്കെ അംഗീകാരമുണ്ട്. ആ രീതിയിൽ നമുക്ക് ഡിഗ്രി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു നല്ല ചാനൽ തന്നെയാണ്. പ്ലസ് ടുവിന് ശേഷം DLED എന്ന് പറയുന്ന 2 വർഷ പ്രോഗ്രാം നടത്തിയതിന് ശേഷം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം തുടർ പഠനം നടത്താൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ BEd എന്ന് പറയുന്ന പ്രോഗ്രാമിന് വളരെയേറെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പം ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ITEP എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. പ്ലസ് ടുവിന് ശേഷം 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി വിത്ത് BEd ആണ് കിട്ടുക. ഒരു 4 വർഷ പ്രോഗ്രാം ആയിട്ട് മാറി. അത് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു എഡ്ജുള്ളൊരു നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, നേരത്തെയൊക്കെ നമ്മൾ IITകളിലും NITകളിലും ഒക്കെ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ഉള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളാണ്. അവിടെ പോലും ഇപ്പൊ BEd തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ BSc BEd എന്ന് പറയുന്ന പ്രോഗ്രാം NIT കാലഘട്ടത്ത് തുടങ്ങി. അപ്പൊ ITEP എന്ന് പറയുന്ന അവിടെ എൻട്രൻസ് പരീക്ഷ നമ്മൾ എഴുതിയാൽ മതി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു എൻട്രൻസ് പരീക്ഷ പ്ലസ് ടുവിന് ശേഷം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ BSc BEd വേണമെങ്കിൽ 4 വർഷം അങ്ങനെ പോകാം. അതല്ല ആർട്സ് പഠിച്ച ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ BA BEdന് പോകാം. കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് BCom BEdന് പോകാം. അങ്ങനെ 4 വർഷ BEd പ്രോഗ്രാമുകളുടെ ഒരു തുടക്കം ആയിരിക്കുകയാണ്. അതും കുട്ടികളെ മനസ്സിലാക്കുക. അപ്പോൾ പ്ലസ് ടുവിന് ശേഷം നേരത്തെ പോലെ ഡിഗ്രി കഴിഞ്ഞ് BEdന് പോകണ്ട, പകരം 1 വർഷം ലാഭിക്കാം. 4 വർഷം കൊണ്ട് BSc BEd അല്ലെങ്കിൽ BCom BEdോ BA BEdോ ഒക്കെ എടുത്തിറങ്ങി വരാൻ പറ്റും. ഓക്കെ, 4 വർഷത്തെ BEdന്റെ കാര്യം പറഞ്ഞപ്പോൾ 4 വർഷത്തെ UG പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൊട്ട് അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വർഷം 3 ഇയർ പ്രോഗ്രാംസ്, 3 വർഷ ഡിഗ്രി എന്നൊരു പ്രൊജക്ട് മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനി തൊട്ട് 4. അപ്പൊ ഈ 3ഉം 4ഉം തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഈ ഇയർ മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ ഒരുപാട് പഠിക്കുന്നതിലും വ്യത്യാസമുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയൂ. അതിലിപ്പം ഇപ്പോഴും 3 വർഷം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് എടുക്കാം. 4 വർഷത്തെ പ്രോഗ്രാമാണ്. അവിടെ 3 വർഷം കൊണ്ട് വേണമെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങാം. എക്സിറ്റ് ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. 4 വർഷം കൊണ്ട് ഓണേഴ്സ് ഡിഗ്രി കിട്ടും. നേരത്തെ ഈ ഓണേഴ്സ് ഡിഗ്രി ഉള്ളത് ചില കേന്ദ്ര സർവകലാശാലകളിൽ മാത്രമായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ ഓണേഴ്സ് ഡിഗ്രി എടുത്ത് പുറത്തു വരാനായിട്ട് സാധിക്കും. പിന്നെ വേണമെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. 1 വർഷം കൂടി അവിടെ നിന്ന് ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ആയിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അപ്പോൾ 1 വർഷത്തേക്ക് ചുരുക്കി. അതെ. കൂടാതെ ഈ പറഞ്ഞ പോലെ നെറ്റ് പോലെയുള്ള പരീക്ഷകൾ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, കോളേജുകളിലേക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്തരം പരീക്ഷകൾക്ക് ഇപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അപ്ലൈ ആ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിനുശേഷം റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. 4 വർഷ ബിരുദത്തിൽ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ അഡ്വാൻറ്റേജ് ഉള്ള, അതായത് മൈനർ മേജർ പോലെയുള്ള, ഇപ്പോൾ മാത്സ് മേജർ എടുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മൈനറും കൂടി എടുത്തു വരാം. അപ്പൊ മേജറും മൈനറും എടുത്തു വരാം. ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പ് 4ഉം 5ഉം വർഷം എടുത്ത് അല്ലെങ്കിൽ 5ഉം 6ഉം വർഷം എടുത്ത് ചെയ്തിരുന്നതൊക്കെ ചുരുങ്ങി വന്നല്ലേ, കൂടുതൽ അറിവ് നേടാൻ കഴിയുന്ന ഒരു ചെറിയ കാലയളവിൽ. ഓക്കെ മാഡം, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാള് നമ്മുടെ ശ്രോതാവ് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഹായ് മാം, എൻ്റെ പേര് ജിഷ. ഞാനിപ്പോൾ BBA ഡിഗ്രി ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പൊ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. എനിക്കിനി PG ജേർണലിസം ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ എനിക്ക് ഇനി
തുടർന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ജോലി കണ്ടിന്യൂ ചെയ്യാനും താല്പര്യം ഉണ്ടെന്ന് പറയുന്നു. ഒരു അഡ്വൈസ് തരുമോ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഗ്രി BBA ആണ് ചെയ്തത്. PG ജേർണലിസം ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനൊരു ജോലിയിൽ വർക്ക് ചെയ്യുകയാണ്. പഠിക്കാൻ പറ്റുന്ന അവസരത്തിൽ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പഠിത്തം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമയത്താണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് പഠിക്കാനായിട്ട് ജോലി കളയണമെന്ന് ഇപ്പം ഇല്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ IGNO പോലെയുള്ള പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പല ഓൺലൈൻ പ്രോഗ്രാമുകൾ, യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമുകൾ എല്ലാം അംഗീകൃതമാണ്. ഉദാഹരണത്തിന് MG യൂണിവേഴ്സിറ്റി നടത്തുന്ന MCOM ഓൺലൈൻ പ്രോഗ്രാമാണ്. ആ ഓൺലൈൻ പ്രോഗ്രാമിന് അംഗീകാരമുണ്ട്. ഫുൾ ടൈം പ്രോഗ്രാമായിട്ട് അവർക്ക് കൊടുക്കുന്ന അതേ എന്താ പറയുക, കോളേജ് ഗോയിങ് സ്റ്റുഡൻറ്റിന് കിട്ടുന്ന അതേ സർട്ടിഫിക്കറ്റാണ് അവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഓൺലൈൻ പ്രോഗ്രാമിനും അംഗീകാരവും സാധ്യതയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജോലി കളയാതെ തന്നെ നമുക്കൊരു നല്ല വിൽ പവർ ഉണ്ടെങ്കിൽ കുറച്ച് സ്ട്രെച്ച് ചെയ്യേണ്ടി വരും. ഒരു ഇച്ചിരി എക്സ്ട്രാ സ്ട്രെച്ച് ചെയ്തിട്ട് ഈ ജേർണലിസം മാസ്റ്റേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഈ IGNO അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒക്കെ പറഞ്ഞപ്പോൾ ഒരു UG കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനിക്ക് PG ചെയ്യണം. പക്ഷെ കുറച്ച് ബിസി ആയിട്ടുള്ള ലൈഫാണ്, അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ഡെയിലി ഒരു ക്ലാസ്സിന് പോകാൻ പറ്റാത്ത, റെഗുലർ ക്ലാസ്സിന് പോകാൻ പറ്റാത്ത ഒരു വിദ്യാർത്ഥി IGNOവിനെ സമീപിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു മാസ്റ്റർ ഡിഗ്രി എടുക്കുകയോ അല്ലെങ്കിൽ ഒരു PG ഡിപ്ലോമ എടുക്കുകയോ ചെയ്യുമ്പോൾ അതിൽ സർട്ടിഫിക്കറ്റിന് വാല്യൂ എത്രത്തോളമാണ് ഒരു റെഗുലർ ക്ലാസ്സിനെ സംബന്ധിച്ച്? IGNO പാർലമെന്റിലെ ഒരു നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിന് എല്ലാ രീതിയിലുള്ള അംഗീകാരവും ഉണ്ട്. കോമൺവെൽത്ത് നേഷൻസും അതിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ IGNOയുടെ ഡിഗ്രിക്ക് അംഗീകാരമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഓൾറെഡി അതിന് IGNO ഡിഗ്രിക്ക് അംഗീകാരമുണ്ട്. പലപ്പോഴും അത് ജോലി ചെയ്യുന്നവർക്കാണ് അതിന്റെ പ്രയോജനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാവുന്ന IGNOയ്ക്കും പല കോഴ്സുകൾക്കും, പ്രൊഫഷണലായിട്ട് നടത്തുന്ന കോഴ്സുകൾക്ക് അവരുടേതായിട്ടുള്ള എൻട്രൻസ് പരീക്ഷ എഴുതി മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടൂ. ഓക്കെ മാഡം, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്മൾ മറ്റൊരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ലിങ്ക്ഡിൻ പോലെയുള്ള വെബ്സൈറ്റിനെ കുറിച്ച് നമ്മുടെ ആളുകൾ കുറച്ച് കൂടുതലായിട്ട് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് ഒരുപാട് ചാൻസസ് ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക്. അതിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ മുന്നേ നമ്മളോട് ചോദിച്ചപ്പം അവിടെ BBA കഴിഞ്ഞു ജോലി ചെയ്യാണ് അല്ലെ, അതിനുശേഷം മാസ്റ്റേഴ്സ് ജേർണലിസം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന വിദ്യാർത്ഥി, അത്തരം കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ലിങ്ക്ഡിനിലൊക്കെ രജിസ്റ്റർ ചെയ്യാം. ലിങ്ക്ഡിൻ ലേണിംഗ് ഉണ്ട്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ആണ് ബേസ് ആയിട്ടുള്ളൊരു ഒന്നാണത്. അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇന്ന കാര്യങ്ങളും കൂടി ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ കുറച്ചും കൂടി സ്ട്രോങ് ആകും എന്ന് നമുക്ക് ഡയറക്റ്റ് ചെയ്യും. അതല്ല നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്ട്രാ നമുക്കറിയാമല്ലോ, നമുക്ക് ഒരുപാട് സാധ്യതയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ഓൺലൈൻ പ്രോഗ്രാമുകളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. +2 റിസൾട്ട് വന്നിരിക്കുന്ന ഈ സമയത്ത് ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞ് ITIക്ക് പോയി ജോയിൻ ചെയ്തെന്ന് വിചാരിക്കാം, അല്ല പോളിടെക്നിക്കിന് ജോയിൻ ചെയ്തെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തെന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ വേണമെങ്കിൽ IIT മദ്രാസിൻ്റെ പ്രോഗ്രാമിംഗ്, BSc പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനും ജോയിൻ ചെയ്യാം. സൈമൾട്ടേനിയസ്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ഏത് സ്ട്രീം പഠിച്ചവർക്കും. അവിടെ സ്ട്രീം ഒന്നും വ്യത്യാസമില്ല. കൊമേഴ്സ് പഠിച്ച ആൾക്കും, ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കും, സയൻസ് പഠിച്ച ആൾക്കും, ബയോളജി സയൻസ് പഠിച്ചവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം, അതിനകത്ത് ജോയിൻ ചെയ്യും. പക്ഷെ നമ്മളൊരു കോഴ്സും കൂടി ചെയ്യണമെന്ന് മാത്രം. മനസ്സിലായി? ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നമ്മൾ ജോയിൻ ചെയ്തെന്നുള്ള സർട്ടിഫിക്കറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ അതിനുമുണ്ട് ഫൗണ്ടേഷൻ, അടുത്ത ലെവൽ ഇന്റർമീഡിയറ്റ് ലെവലുണ്ട്, അതിൻ്റെ ഫൈനൽ ലെവലുണ്ട്. അതായത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ് ആദ്യത്തെ ലെവലിൽ തരുന്നത്. അത് പാസ്സായാൽ നമുക്ക് ഡിപ്ലോമ തരും. അത് IIT മദ്രാസാണ് തരുന്നത്. അടുത്തത് അവരുടെ ഡിഗ്രി തരും. ഡിപ്ലോമ പാസ്സായാൽ ഡിഗ്രി തരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈല് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ ലിങ്ക്ഡിനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനികൾ നമ്മളെ വിളിക്കും. അതാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ് ലിങ്ക്ഡിൻ. ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, അവിടെ നമ്മൾ ഒരു സൗഹൃദ കൂട്ടായ്മ, ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണെങ്കിൽ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്.
അതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ഇതേപോലെ സ്പെഷ്യൽ കോഴ്സസ് ഒക്കെ ചെയ്തവർ, നല്ല ധാരാളം എക്സ്പീരിയൻസ് ഉള്ളവർ, ഡിഫറെൻറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തവർ, അവർക്കൊക്കെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ പുതിയ ജോലി കണ്ടുപിടിക്കാനായിട്ടും അല്ലെങ്കിൽ ആ രംഗത്ത് ജോലി ചെയ്യുന്നവരുമായിട്ട് പരിചയപ്പെടാനും അതിനൊക്കെയുള്ളൊരു സാധ്യതയാണ് ലിങ്ക്ഡിൻ തുറന്നത്. ഓക്കെ, ഒരു വിദ്യാർത്ഥിനിക്ക് മാത്രമല്ല, വിദ്യാർത്ഥിനിക്കും വിദ്യാഭ്യാസം ഓക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും എല്ലാവർക്കും ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് തന്നെ അറിയാം നമ്മളൊരു എക്സ്പേർട്ട് ആണെന്നുള്ളവർക്കും ഒക്കെ രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ ലിങ്ക്ഡിൻ തന്നെ നമ്മളെ ഡയറക്റ്റ് ചെയ്യും. നമ്മൾ ഇന്ന ഒരു പ്രോഗ്രാം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. ലിങ്ക്ഡിനും ഒരുപാട് ഓൺലൈൻ പ്രോഗ്രാം തരുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ് ലിങ്ക്ഡിൻ. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ചോദിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇനിയുള്ള ചാൻസസ്, ഇനിയുള്ള നമ്മുടെ ജനറേഷന് കൂടുതലായിട്ട് വരുന്ന എഡ്യൂക്കേഷൻ പരമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായി നമ്മൾ ജോലിക്ക്, നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ജോലിയാണല്ലോ അല്ലേ വിദ്യാഭ്യാസം എന്നത് കൊണ്ട് പറയുന്നത്. AI എന്ന് പറയുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ AI എന്നൊരു വേർഡ് നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് തന്നെ ഒരുപാട് തരത്തിലുള്ള കോഴ്സസിനെയും കൂടെ രൂപവൽക്കരിച്ചിട്ടുണ്ട്. അപ്പൊ AI ചാൻസസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഇതിലാണ്. ഇവിടെയും ഞാൻ ഒരു കാര്യം കൂടി പറയാം. ധാരാളം കുട്ടികൾ ഇതിനകത്ത് ചതിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്പെഷ്യലൈസേഷൻ +2 ശേഷം തന്നെ കൊടുക്കുന്ന ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികളൊന്ന് മനസ്സിലാക്കി പോവുക, എപ്പോഴും നമുക്ക് കൂടുതൽ നല്ലത് വലിയ വലിയ സ്ഥാപനങ്ങളിൽ അംഗീകാരം, ഇപ്പോൾ IIT-കളിലോ NIT-കൾ പോലെയൊക്കെ ഉള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് +2 ശേഷം എഞ്ചിനീയറിങ്ങിന്റെ ഭാഗമായിട്ട് തന്നാൽ നമുക്ക് അവിടെ പോയി പഠിച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ട്. അതല്ലാത്തടത്തൊക്കെ നമ്മൾ കോറായിട്ടുള്ള സബ്ജക്റ്റ്, അതായത് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ ടെക്നോളജിയോ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചതിന് ശേഷം അതിനുശേഷം പോയി ഈ രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പം നമ്മൾ 4 വർഷ ഡിഗ്രിയെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിലും ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗിൽ നമ്മൾക്ക് മേജറും മൈനറും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് മേജർ എടുത്തുകൊണ്ട് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൈനറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ, ആ ഒരു സ്പെഷ്യലൈസേഷൻ +2 ശേഷം തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ അത് അത്തരം സ്ഥാപനങ്ങളിൽ ചേരാവുള്ളൂ. വിശ്വാസ്യതയുള്ള നല്ല ലാബുകളും നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല ഫാക്കൽറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നവർ സ്ഥാപനങ്ങളിൽ പോയി ചേർന്നാലേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകാൻ പറ്റുന്ന മറ്റു വഴികൾ എടുക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലാവുന്നുണ്ട്? ജനറൽ നേച്ചറുള്ള ഇപ്പം എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക, അവർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കി എടുക്കല്ലേ, ആദ്യം തന്നെ ബേസ് എടുക്കുക, അതിനുശേഷം ഇത്തരം സ്പെഷ്യലൈസേഷനിലായിരിക്കും സാധാരണ സ്ഥാപനങ്ങളിൽ പോവുകയാണെങ്കിൽ നല്ലത്. ഇപ്പൊ IIT NIT-കളിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇത്തരം കാര്യം അവിടെ അഡ്മിഷൻ കിട്ടാൻ നമുക്ക് നല്ല പാടാണ്. നമുക്ക് അത്രയും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അത്രയും നമ്മൾക്കൊരു കോമ്പീറ്റൻസി നമ്മൾ പ്രൂവ് ചെയ്താലേ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കത് പഠിച്ചെടുക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ അവിടെ അത്രയും നല്ല ഫാക്കൽറ്റിയും അതനുസരിച്ചിട്ടുള്ള ലാബുകളും മറ്റ് സംവിധാനങ്ങളും അവിടെ കാണും. അതായത് തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെ ലൈഫിൽ കൂടുതൽ ഓക്കെ ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നല്ലേ ഓരോ ചൂടും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ +1 +2 അതുപോലെ തന്നെ നമ്മൾ UG PG എല്ലാത്തിലും കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട എന്നൊക്കെ പേര് കേൾക്കാറുണ്ട് പലപ്പോഴും. അതിന്റെ ഒരു മാനദണ്ഡം പറയാമോ ഒന്ന്? കമ്മ്യൂണിറ്റി കോട്ട ഇപ്പൊ നമുക്ക് +2-ന് കമ്മ്യൂണിറ്റി 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിന് കമ്മ്യൂണിറ്റി കോട്ട ലഭ്യമാണ്. ലത്തീൻ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ ആൺകുട്ടികൾക്ക് ലിയോ 13ൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർക്ക് ലത്തീൻ കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് ലിയോ 13ൽ അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടും. ഇത്ര ശതമാനം സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അവർക്ക് ലഭിക്കും. പെൺകുട്ടികൾക്കാണെങ്കിൽ സെയിന്റ് ജോസഫ്സിൽ കൊടുത്താൽ അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും. അതുപോലെ തന്നെ കാട്ടൂർ ഹോളി ഫാമിലി, ഞാൻ ലത്തീൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് ആദ്യം പറയുക. ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾക്ക് ലിയോ 13ൽ അതിനുള്ള അർഹത ലഭിക്കും. പെൺകുട്ടികൾക്കാണെങ്കിൽ സെയിന്റ് ജോസഫ്സിൽ കിട്ടും, ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് ഗേൾസ് സ്കൂളിൽ കിട്ടും. അതുപോലെ തന്നെ കാട്ടൂർ ഹോളി ഫാമിലിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കിട്ടും. അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് അസീസിയിലും ഇതിൻ്റെ പോലെ തന്നെ കിട്ടും. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ലജനത്തുൽ മുഹമ്മദിയയിൽ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്വാൻറ്റേജ്
ലഭിക്കും. അപ്പോൾ ഇപ്പം നായർ NSSന്റെ സ്കൂളുകളിൽ നായർ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കിട്ടും. SNDPയുടെ പോലെയുള്ള SN ട്രസ്റ്റിൻ്റെ ഒക്കെ സ്കൂളുകളിൽ ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അർഹതയുണ്ടായിരിക്കും. അത് വേറൊരു മെറിറ്റ് ലിസ്റ്റ്, വേറൊരു റാങ്ക് ലിസ്റ്റാണ് അവിടെ ഉണ്ടാകുക. ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമായിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അത് കുട്ടികൾ ഉപയോഗപ്പെടുത്തുക. അത് സ്പെഷ്യലായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ആപ്ലിക്കേഷൻ വാങ്ങണം. അവിടെ വാങ്ങിച്ച് തന്നെ കൊടുക്കണം. ഇത് തന്നെയാണ് കോളേജ് ബേസിലോട്ടും വരുമ്പോഴല്ലേ? കോളേജിലും ഇതുപോലെ കമ്മ്യൂണിറ്റി കോട്ട കിട്ടും. ആ സമുദായത്തിൽപ്പെട്ട കോളേജുകൾക്ക് ഇത്ര ശതമാനം കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അർഹതയുണ്ട്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ആലപ്പുഴയിൽ ബേസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി കോളേജസുകളും സ്കൂളുകളുടെയും ലിസ്റ്റുകൾ ഗൂഗിളിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഹായ് മാം, എന്റെ പേര് ചിന്നു. ഞാൻ ലോജിസ്റ്റിക്സിന്റെ 1 വർഷത്തെ ഡിപ്ലോമ ചെയ്തിരുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്. അതിന്റെ തന്നെ 1 മന്ത് ഇന്റേൺഷിപ്പും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജോലി സാധ്യതയെ കുറിച്ച് പറയാമോ? ആമസോൺ പോലെയുള്ള വെയർഹൌസുകളിൽ മാത്രമാണോ വേഗത്തിൽ ഒരു ജോലി കിട്ടുന്നതിനുള്ള ഓഫർ കൂടുതലും കിട്ടുന്നതിനുള്ള ചാൻസസ്? ഒപ്പം തന്നെ എന്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾക്കും ഇതേ സംശയമുണ്ട്. ഡിഗ്രി കഴിഞ്ഞവരെ എല്ലാവരും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ഒന്ന് പറയാമോ? ഡിഗ്രി കഴിഞ്ഞ് ലോജിസ്റ്റിക്സിന്റെ 1 ഇയർ കോഴ്സും കഴിഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ ചാൻസസുകളെ, ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ചരക്ക് ഗതാഗതം അതാണ് ഉദ്ദേശിക്കുക. മൂവ്മെന്റ്, ഇതിന്റെ ഇതാണ് ഉദ്ദേശിക്കുക. മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുക. പ്രോഡക്ട്സും അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ. ഇതിലിപ്പം വിഴിഞ്ഞം പോലെയുള്ള തുറമുഖമൊക്കെ വരുമ്പോഴേക്കും ഇതിനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പം പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ പോലെയുള്ള സൈറ്റുകളെ നിങ്ങൾ ആശ്രയിക്കുക. അതുപോലെ തന്നെ ധാരാളം ഓൺലൈൻ സൈറ്റുകൾ ഇപ്പം നമുക്ക് ലഭ്യമാണ്. പറഞ്ഞ പോലെ ഓൺലൈൻ സൈറ്റുകൾ വഴി ജോബ് സൈറ്റുകളുണ്ട്. അപ്പം അത്തരം ജോബ് സൈറ്റുകളിലൊക്കെ നിങ്ങൾ പ്രൊഫൈൽ കൊടുക്കുകയും അവരെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുക. പിന്നെ അസാപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അവരെയും സമീപിച്ചു കഴിഞ്ഞാൽ അവരും ഈ കാര്യത്തിൽ നിങ്ങളെ കുറിച്ച് ഡയറക്റ്റ് ചെയ്യും. അസാപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അസാപ്പ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അസാപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാനും ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അസാപ്പിൽ ഞാൻ ലോജിസ്റ്റിക്സ് ആയിരുന്നു എടുത്തത്. +1 പഠിക്കുന്ന സമയത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് അസാപ്പ് എന്നൊരു പേര് കേട്ടു തുടങ്ങിയിരിക്കുന്നത്. അസാപ്പിന് പ്രത്യേകിച്ചായിട്ട് ഒരു സ്കില്ലായിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കായിട്ടൊരു യൂണിറ്റ് ഉണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ. അപ്പൊ അതിനെ കുറിച്ച്, ഇപ്പോഴത്തെ അസാപ്പിനെ കുറിച്ച്. ഇപ്പം നേരത്തെ നമുക്ക് +2 സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അസാപ്പ് ഉണ്ടായിരുന്നു. അവിടെ കുറെ ചോയ്സസ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുക്കാം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു കുട്ടി ഇപ്പൊ ലോജിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ അതേമാതിരി നിങ്ങൾക്കിപ്പോൾ ചെറിയ കലവ് ഇപ്പൊ നോക്കാം. എല്ലാ ജില്ലകളിലും അസാപ്പിന്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ അത് ചെറിയ കലവൂരിലാണ് പ്രവർത്തിക്കുന്നത്. ചെറിയ കലവൂരുള്ള അസാപ്പിൽ നിങ്ങളൊന്ന് ചെല്ലുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൽ സെറ്റൊക്കെ ഒന്ന് പറയുകയും നിങ്ങൾ നേടിയ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ധാരാളം പേര്, ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, അല്ലെ? യൂത്തിന് ഏറ്റവും കൂടുതൽ യൂത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ബാക്കി എല്ലായിടത്തും അവരുടെ പോപ്പുലേഷൻ ഏജ്ഡ് ആയിട്ട് മാറുകയാണ്. അപ്പം ഇവിടെ നമ്മളെ ഒരു ലോകത്തിന്റെ ലേബർ ഫോഴ്സ് ആയിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ പോപ്പുലേഷനെ കാണുക. അപ്പം അതുകൊണ്ട് ഓരോ ഹ്യൂമൻ റിസോഴ്സിനെയും ഈ പറഞ്ഞ റിസോഴ്സ്ഫുൾ ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതിലൊരു പ്രധാന സ്ഥാപനമാണ് അസാപ്പ്. അസാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് കോഴ്സ് പഠിച്ചാലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഏതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എനിക്കൊരു ജോലി, അപ്പം എല്ലാം ഇവിടെ ആലപ്പുഴയിലുള്ള ചെറിയ കലവൂർ അസാപ്പിൽ അല്ലെങ്കിൽ മറ്റൊരു അസാപ്പിൽ കാണും. അപ്പം അവിടെ അത്തരം സ്ഥാപനങ്ങളെ അവർക്ക് ആശ്രയിക്കുകയും പെട്ടെന്ന് ജോലി കിട്ടാനായിട്ടുള്ള ഒരു അസിസ്റ്റൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് നന്നായിരിക്കും. ഓക്കെ മാഡം, നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ കൂടെ തന്നെ ചോദിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന 2 പേരുകളാണ് മെഡിക്കൽ കോഡിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഡിഗ്രി ഏതും ആയിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന കോഴ്സ് എടുത്താൽ മതി, നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നു, 100% പ്ലേസ്മെന്റ് ആണ്, അബ്രോഡ് പോയാൽ നല്ല രീതിയിലുള്ള സാലറി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്, ഡെയിലി കാണുന്ന പരസ്യങ്ങളാണ്. അതിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ. നിങ്ങൾ പരസ്യങ്ങളിൽ വീണ് വഞ്ചിതരാകരുത് എന്ന് മാത്രമേ പറയാൻ. അല്ലാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ന ഏജൻസിയുടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളതൊക്കെ പറയുന്നത് നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത്. പിന്നെ മെഡിക്കൽ കോഡിങ്, ഈ മെഡിക്കൽ കോഡിങ് പോലെയുള്ള പ്രോഗ്രാമുകളും അസാപ്പ് വഴി നടക്കുന്നുണ്ട്, കെൽട്രോൺ നൽകുന്നുണ്ട്. കഴിയാവുന്നത് നിങ്ങൾ ഗവൺമെന്റിന്റെ ഏജൻസികൾ വഴി
ഇത്തരം കോഴ്സുകൾ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാര്യം ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ, അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി ഉണ്ടായിരിക്കും. അപ്പം ഇത്തരം പരസ്യങ്ങളിൽ നിങ്ങൾ ചെന്ന് വീഴുന്നതിന് പകരം പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിക്കുന്നത് കൂടുതലും നല്ല സ്ഥാപനങ്ങളിൽ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ BSWന് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ നഴ്സിംഗിന് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആ മെഡിക്കൽ പ്രൊഫഷന് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അതിനു വേണ്ടിയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ പഠിക്കുക. ഈ പറഞ്ഞ പരസ്യങ്ങളിൽ മാത്രം വിശ്വസിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. ഹായ്, ഞാൻ ആലപ്പുഴയിൽ നിന്നും അമൽ. ഞാൻ BA സോഷ്യോളജിയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ജോലി സാധ്യതകളെ കുറിച്ച് പറയാമോ? അതുപോലെ PG ചെയ്യാനും താല്പര്യമുണ്ട്. അതിന് ഏതാണ് മികച്ച ഒരു ചോയ്സ്? BA സോഷ്യോളജിയാണ് അമൽ ചെയ്തിരിക്കുന്നത്. BA സോഷ്യോളജി പഠിച്ച അമലിനെ സംബന്ധിച്ചിടത്തോളം PSC പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻസിന്റെ CHSLE എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഉണ്ട്, അതിന് അപ്ലൈ ചെയ്യാം. അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC അവർ വിളിക്കും, അതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. PSCയിൽ വിവിധ ഡിഗ്രി എലിജിബിലിറ്റി ഉള്ള എല്ലാ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ PG ചെയ്യണമെന്ന് പറഞ്ഞു. PGയിൽ MA സോഷ്യോളജി ചെയ്യുന്നതിനേക്കാളും എന്ത് വേണമെങ്കിലും ചെയ്യാം. ജേർണലിസം വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ജോലി സാധ്യത എന്ന് പറയുന്നത് BA സോഷ്യോളജി പഠിച്ച അമലിന് MSW ചെയ്യുന്നതായിരിക്കും നല്ലത്. MSW നല്ലൊരു സാധ്യതയാണ്. ഓക്കെ, ഈ MSW പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സമയം പരിമിതി മൂലം വിട്ടുകളഞ്ഞൊരു വിഷയമാണ്. നമുക്ക് എന്തായാലും മേഡം പറഞ്ഞുകൊണ്ടൊന്നും കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ കൂടുതൽ പേര് MSW എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് ചെല്ലുകയാണ്. എൻട്രൻസ് എഴുതുന്ന പോലെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ ചുവടുകളാണ് MSW വെക്കാനായി നമ്മൾ കയറേണ്ടത്. അപ്പൊ ആ ഒരു ചുവട് ശേഷം പറയുന്നത് അബ്രോഡ് ഒക്കെ നല്ലൊരു ചാൻസസ് ആണ്. കേരളത്തിനേക്കാളും നമുക്ക് പുറത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് കൂടി അബ്രോഡ് ചാൻസസ് ഉള്ള ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഈ ഒരു MSW കാണുന്നത്. ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആയിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പം MSW ചാൻസസ് കുറിച്ചൊന്ന് പറഞ്ഞാൽ. MSWന് നല്ല സാധ്യതയാണ്. നാട്ടിൽ സാധ്യതയുണ്ട്, പുറത്ത് സാധ്യതയുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഒരുപാട് വെൽഫെയർ പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് നമ്മളൊരു വലിയ പോപ്പുലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും മറ്റ് NGOസിന്റെ അടുത്ത് നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ട്. ഇത്രയും വലിയൊരു പോപ്പുലേഷന് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പല രീതിയിലും. അപ്പോൾ ഇവിടെ എല്ലാ ആളെ വേണം. അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമാണ് ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. സമൂഹത്തിൽ പ്രവർത്തിക്കാനായിട്ട്, സമൂഹത്തിൽ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് വെൽഫെയർ പ്രോഗ്രാമുകളിലൊക്കെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകളിൽ നമുക്ക് ജോലി ലഭിക്കും. MSWക്കാർക്ക് പുറത്തും ഇത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ സോഷ്യൽ വെൽഫെയറിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഡെവലപ്ഡ് നേഷനെല്ലാം. അപ്പോൾ അവിടെയും പല മേഖലകളിലും ഈ പറഞ്ഞ സോഷ്യൽ വർക്കേഴ്സിനെ വേണം. ഇപ്പോൾ ഒരു പല ഹോസ്പിറ്റലുകളിലും സോഷ്യൽ വർക്കർ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഫേറ്റൽ ആയിട്ടുള്ള ഡിസീസ് ആയിട്ട് വരുന്ന ആളുകളെ ഹാൻഡിൽ ചെയ്യാനും ഈ ഒരു എന്താ പറയുക, ഇൻ ബിറ്റ്വീൻ പേഷ്യൻ്റ് ആൻഡ് ആ സിസ്റ്റം, അത് തമ്മിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ, ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളായിട്ടാണ്. കമ്മ്യൂണിറ്റിയെയും ഏതെങ്കിലും ഒരു അസോസിയേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് സാധ്യതകൾ ധാരാളമാണ്. കാലടി സംസ്കൃത സർവകലാശാലയൊക്കെ MSW കോഴ്സ് നടത്തുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റികളും, കേരള, ഗാന്ധി, കാലിക്കറ്റ് എല്ലാം നടത്തുന്നുണ്ട്. അവിടേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. രാജഗിരി പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. രാജഗിരി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് നടത്തുന്നുണ്ട്. എല്ലാം എൻട്രൻസ് എഴുതുക അല്ലേ? എൻട്രൻസ് എഴുതുക ഡിഗ്രിക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിലും. ഇപ്പം കാലടി സംസ്കൃത സർവകലാശാലയൊക്കെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. യൂണിവേഴ്സിറ്റികളെല്ലാം മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തരിക. എൻട്രൻസ് വഴി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ CUET വഴിയൊക്കെ വരുന്നത് CUETയുടെ PGക്ക് മാത്രമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമാണ് എൻട്രൻസ് വഴി നടത്തുന്നത്. അല്ലാത്തടത്തൊക്കെ മാർക്കിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഏകജാലക സംവിധാനത്തിലൂടെ തന്നെയാണ്. ഓക്കെ മാഡം, നമ്മൾ എന്തായാലും സമയപരിധി കൊണ്ട് വളരെ അവസാനിപ്പിക്കേണ്ട ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മുടെ ഈ അബ്രോഡ് എല്ലാം കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ ഗവൺമെന്റ് വരെ പറയാൻ തുടങ്ങി. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയാൽ എന്താണ് എന്ന് മാഡം എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? എനിക്ക് പറയാനുള്ളത്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും ചീപ്പ് റേറ്റ് കിട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ കേരളം പ്രത്യേകിച്ച്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ധാരാളം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ. എവിടെയാണ് എഞ്ചിനീയറിങ്ങിന് വരെ ട്യൂഷൻ കിട്ടുന്ന ഒരു നാട്? കേരളം അല്ലാതെ
അപ്പൊ ഇതേപോലെ തൊട്ടടുത്ത് പോയി എഞ്ചിനീയറിംഗ് പോലെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കാൻ പറ്റുന്ന വേറൊരു നാട് എവിടെയുണ്ട്? അപ്പം നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസം കിട്ടും, അത് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കോളേജുകൾ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുന്നതത്രയും അണ്ടർ ഗ്രാജുവേഷൻ വരെയെങ്കിലും നാട്ടിൽ നിന്ന് പഠിക്കുക. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൈസേഷൻ വേണമെങ്കിൽ അത് വ്യക്തമായ ഒരു ധാരണയോടുകൂടി മാത്രം പുറത്തേക്ക് പോയിട്ട് അതെടുത്ത് അങ്ങനെ ഒരു എക്സ്പെർട്ടൈസ് നേടുക. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നാട്ടിൽ പഠിച്ചിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ സമയം തീരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് ഇത്രയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നേടിക്കൊടുക്കണം, പക്ഷെ നമ്മുടെ മാതാപിതാക്കളോട് എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? കണ്ണും കാതും തുറന്ന് നിൽക്കുക. ധാരാളം ചതിക്കുഴികളുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒന്നാണ് ഈ ഏവിയേഷൻ. ധാരാളം കുട്ടികളെ ചതിയിൽ വീഴിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഏവിയേഷൻ, BBA ഏവിയേഷൻ. ഇതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, കേന്ദ്ര സർവകലാശാല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ കിറ്റ്സ് പോലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് പോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഏവിയേഷൻ പഠിച്ചാലേ നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ ഇത്ര ഏവിയേഷൻ, ഫോറൻസിക് സയൻസ്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം തട്ടിപ്പ് പ്രോഗ്രാമുമായിട്ട് ധാരാളം ഏജന്റുമാർ നിങ്ങളെ വിളിക്കാനായിട്ട് വരും. വിലയുള്ള ഒന്നും നിങ്ങളുടെ വീട്ടിൻ്റെ വാതിക്കെ വന്നിട്ട് നിങ്ങളെ പൈസ തന്ന് വിളിച്ചുകൊണ്ട് പോയി കിട്ടുന്നതല്ല. അപ്പം അത്തരം തട്ടിപ്പിലൊന്നും വീഴാതെ കണ്ണും കാതും തുറന്നു വെച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള അവസരങ്ങൾ മനസ്സിലാക്കി ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുക. എന്നിട്ട് ധാരാളം അവസരങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. മാതാപിതാക്കൾ വിചാരിച്ചില്ല, നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ധനം ഏറ്റവും വലിയ എന്താ പറയുക, ഒരു അസറ്റ് എന്ന് പറയുന്നത്, അല്ലെ, ഒരു നിധി എന്ന് പറയുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം വിദ്യാഭ്യാസം കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിച്ച് നന്നായിട്ട് വ്യക്തമായി സ്ഥാപനത്തെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും മനസ്സിലാക്കി മാത്രം ചേർക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് മാഡം. ഇത്രയും സമയം നമ്മുടെ ഈ ഒരു കരിയർ ടോക്കിൽ പങ്കെടുത്തതിന് മാഡം ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് തന്നു. മാഡം അവസാനം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ വിലയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ വന്ന് തട്ടി വിളിക്കാറില്ല. നമ്മൾ അവസരങ്ങൾ തേടി പോവുക. നമ്മുടെ അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, അല്ലേ? തീർച്ചയായും. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു കാര്യം ഞങ്ങളുമായിട്ട് പങ്കുവെച്ച് ഞങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉള്ളൊരു ഉത്തരം തന്നതിന്. നമ്മളോടൊപ്പം തന്നെ ചേർന്നിരുന്നത് പ്രശസ്ത കരിയർ ഗുരുവും ഒപ്പം തന്നെ കാളാത്ത് ലിയോത്തടിന്തൽ സ്കൂളിലെ പ്രിൻസിപ്പളുമായ ശ്രീമതി മിനി ജോസഫ് മാഡമാണ്. മാഡത്തിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ഫർസാനയുമാണ്. തുടർന്നും കേട്ടുകൊള്ളൂ റേഡിയോ നീതൽ 107.8 FM. ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം.